കേരളത്തിലേക്ക് വന്നാൽ യു ഡി എഫിന് ഇക്കുറി ജയസാധ്യതയുണ്ട് എന്ന് വിലയിരുത്തപ്പെട്ടതിന് പിന്നാലെ യു ഡി എഫിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള പലതരത്തിലുള്ള ചർച്ചകളും വടംവലികളും മുറുകുകയാണ്. അപ്പോൾ പല പേരുകൾ വന്നു. ഒപ്പം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പേരും അതിനകത്ത് ഉയർന്നു വന്നു. പിന്നാലെ തന്നെ CPM നേതാവ് AK ബാലൻ്റെ ഒരു പരാമർശം വന്നു. അങ്ങനെ പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായാൽ അത് ജമാഅത്തെ ഇസ്ലാമിയുടെ സാമ്പിൾ വെടിക്കെട്ടായിരിക്കും എന്നുള്ളൊരു വിവാദ പരാമർശം അദ്ദേഹം നടത്തി. അപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയായി കൂടാ എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ട് ജിൻഡോ ജോൺ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും സോഷ്യൽ മീഡിയയിൽ വന്നതോടെ ഈ ചർച്ച കൊടുക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ SMF പോലെയുള്ള സുന്നി മാലിന്യ ഫെഡറേഷൻ അടക്കമുള്ള സംഘടനകൾ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവട്ടെ എന്നൊരു നിലപാടെടുത്ത് വരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ എന്തുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രിയായ കേരളത്തിൽ എന്തുകൊണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയായി കൂടാ എന്നൊരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടി സംസാരിക്കുകയാണ് നമ്മൾ. സാർ, AK ബാലൻ്റെ ഒരു പരാമർശം, AK ബാലൻ സമാനമായ വർഗീയ പരാമർശങ്ങൾ പല സമയങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് മുഖ്യമന്ത്രിയാകാൻ സാധ്യത കാണുന്ന ഒരു ചർച്ചയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സാമ്പിൾ വെടിക്കെട്ടായി മാറും എന്ന് പറയാൻ പാകത്തിലുണ്ടായ സാഹചര്യം എന്താണ് കേരളത്തിൽ? അല്ല, ഒന്നാമതായിട്ട് ഈ AK ബാലൻ ഈ പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് ശരിക്കും അതിനോട് പ്രതികരിക്കാൻ പോകുന്നത് വലിയ ആപത്താണെന്ന് എനിക്ക് തോന്നുന്നു. അവഗണിക്കേണ്ട ഒരു സംഗതിയാണ്, തീർത്തും അവഗണിക്കേണ്ട ഒരു സംഗതിയാണ് AK ബാലൻ്റെ പ്രസ്താവനകൾ എന്നാണ് എൻ്റെ പക്ഷം. കാരണം മനഃപൂർവ്വം തന്നെ, വളരെ ബോധപൂർവം തന്നെ മുസ്ലിം വിരോധം, മുസ്ലിം വിദ്വേഷം പറയുക എന്നത് കുറേ നാളായിട്ട് അദ്ദേഹം എടുത്തു വച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അത് ചെറിയ കാര്യമല്ല. അത് ഇപ്പോൾ ഒരു സാധാരണതയിൽ ഒരു CPM ലീഡർ ഇത് പറയുമ്പോൾ നമുക്ക് തോന്നും അതിനകത്ത് ആ വിദ്വേഷം, അത്രയ്ക്കൊക്കെ വിദ്വേഷം ഉണ്ടാവുമെന്ന്. ഇത് പച്ചയ്ക്ക് സംഘപരിവാർ പറയുന്ന അതേ സാധനം തന്നെയാണല്ലോ. കേരളത്തിൽ BJPയുടെ പ്രചാരണ വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്തായിരുന്നു? അതായത് LDF UDF ഒരുപോലെ ജമാഅത്തിൻ്റെ സഖ്യകക്ഷിയാണ്, അല്ലെങ്കിൽ അവരെ കൂട്ടച്ചേർക്കുന്നു, ഞങ്ങളാണ് അവരെ ഒഴിവാക്കി നിർത്തിയിട്ടുള്ളവർ, രണ്ട് കൂട്ടരും ഒരുപോലെയാണ് എന്ന് പറഞ്ഞിട്ട് അവരുടെ പരസ്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ബേസിക്കലി ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവർ ഒരു തരം ഭീതി ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അതായത് UDF LDF അധികാരത്തിൽ വന്നാൽ അതിൻ്റെ നിയന്ത്രണം മുസ്ലിങ്ങൾക്ക് പോകും. അത് ജമാഅത്തെ എന്നുള്ളത് ഒരു അഡ്രസ്സ് മാത്രം. ഒരു മുസ്ലിം സ്വാധീനമുള്ള ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാവും എന്നത് മുൻനിർത്തിയാണ് അവരുടെ തന്നെ പ്രചാരണം. അവരുടെ ആ പ്രചാരണത്തിൻ്റെ ഒരു പ്രതിധ്വനി അല്ലാതെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയല്ലാതെ മറ്റെന്താണ് ബാലൻ്റെ ഈ സംസാരത്തിൽ കാണാനുള്ളത്? കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവുന്നതിൽ എന്താണ് അപകടം എന്ന് നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടി വരുന്ന ഒരു ദയനീയ അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. അവഗണിക്കുകയാണ് വേണ്ടതെന്നാണ് എൻ്റെ പക്ഷം. ഒരിക്കലും ഒരു കാരണവശാലും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ വിടാണ് വേണ്ടത് അവരെ, ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകളെയൊക്കെ. അപ്പോൾ ഈ കുഞ്ഞാലിക്കുട്ടി ഇതിപ്പോൾ ഇനി വീണ്ടും ചർച്ചയാവും. നമ്മൾ എത്ര നാളുകളായിട്ട് വീണ്ടും കേൾക്കുന്നുണ്ട്, എത്ര നായന്മാർ, എത്ര ഈഴവന്മാരും ഒക്കെ മുഖ്യമന്ത്രി ആയല്ലോ, എന്നിട്ട് എന്താ മുസ്ലിങ്ങൾക്ക് ഒരു മുഖ്യമന്ത്രി ആയാലും എന്താ? ഇപ്പോൾ ഇത്രയും 25% പോപ്പുലേഷനുള്ള ഒരു വിഭാഗത്തിന് കൂടുതൽ മുഖ്യമന്ത്രിമാരുണ്ടായാൽ എന്താണ് കുഴപ്പം? ഉപമുഖ്യമന്ത്രി ആയാൽ എന്താണ് കുഴപ്പം? കൂടുതൽ മന്ത്രിമാർ, 5ാം മന്ത്രിയോ 6ാം മന്ത്രിയോ ഉണ്ടായാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ വീണ്ടും പ്രശ്നം നമ്മൾ എന്താ പറയുക, അതിൻ്റെ ആത്യന്തികമായി അതിൻ്റെ ദോഷം അനുഭവിക്കേണ്ടി വരുന്നത് മുസ്ലിങ്ങളാണ് എന്നതിലേക്ക് എത്തുകയാണ് സൈഫു. അതിലേക്ക് എത്തുകയാണ് ഈ നറേറ്റീവ് എന്ന് പറയുന്നത്. വീണ്ടും അവർ ഒരു മേൽക്കൈയുള്ള ആളുകൾ ഞങ്ങളിതാ വീണ്ടും പറയുന്നു, നിങ്ങൾ ഇവരെ പ്രോത്സാഹിപ്പിച്ചാൽ ഇത് പ്രശ്നമാവും. തൽക്കാലത്തേക്ക് അത് ആ വിഷയം ഒരിക്കലും ഉയർന്നു വരാത്ത രീതിയിൽ അത് അവഗണിച്ച് നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാതെ കേരളത്തിന് വേറൊന്നും ചെയ്യാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സംഘപരിവാറിൻ്റെ ആ ആശയവും അജണ്ടയും അതേപടി കൊണ്ടു നടക്കുന്ന CPM നേതാക്കളെ നമ്മൾ അവഗണിക്കുക, അവരെ ഒരു കാരണവശാലും അവർക്ക് ഒരു സ്പേസ് കൊടുക്കാതിരിക്കുക എന്നുള്ള നിലയിലേക്ക് പോവുക എന്നുള്ളതാവണം ഏറ്റവും നല്ല കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. യെസ്, അജിം സർ, അപ്പോൾ സാറ് പറഞ്ഞതുപോലെ അവഗണിച്ചു വിടേണ്ട വിഷയമാണോ ബാലൻ്റെ പ്രസ്താവന, അതോ സീരിയസ് ആയി ചർച്ച ചെയ്യേണ്ട ഒന്നാണോ? അത് സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അത് CPM ഇനി അങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യുന്ന അനുസരിച്ചാണ്. ഇപ്പോൾ ഈ പോളിംഗ് കഴിഞ്ഞ് റിസൾട്ട് വരാൻ കാത്തിരിക്കുന്ന സമയത്ത് സാമൂഹ്യ മാധ്യമങ്ങളുടെ ചർച്ച നോക്കുക. മുസ്ലിം ലീഗാണ് ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്ന ഒരു UDF കക്ഷി, കോൺഗ്രസിനേക്കാൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ. അതിലെ നേതാക്കൾ, സ്ഥാനാർത്ഥികളൊക്കെ ആക്രമിക്കപ്പെടുന്നു, വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നു. മൗദൂദി ലീഗ് എന്നൊരു പുതിയ പ്രയോഗം കൂടി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ലീഗായിട്ടല്ല പറയുക, ലീഗിലെ മൗദൂദി ലീഗുകാർ എന്നാണ് പറയുക. അപ്പോൾ അതിൻ്റെ അജണ്ട വ്യക്തമാണ്. അപ്പോൾ അതിനർത്ഥം സൈബർ വിങ്ങിന് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ വെറുതെ ഉണ്ടായി വരുന്നൊന്നും അല്ലാതെ, വെറുതെ ഏതെങ്കിലും ഒരു സൈബർ ഹാൻഡിലുകൾ അങ്ങനെ ആക്രമിക്കുന്നതല്ല. AK ബാലനും അങ്ങനെ വെറുതെ തോന്നിയിരുന്നു, എന്നാൽ ഞാൻ 2 പ്രസ്താവന അറിയിക്കണം എന്ന് പറയുന്നതല്ല. അതൊരു സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നിയത്.
ആ സ്ട്രാറ്റജി പക്ഷേ CPM ക്യാരി ഫോർവേഡ് ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. കാരണം തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ തിരിച്ചടിയാണെങ്കിൽ ആ തിരിച്ചടി അവർ വിശകലനം ചെയ്യും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം CPM കഴിഞ്ഞ 3-4 വർഷമായാലും 2-3 തെരഞ്ഞെടുപ്പുകളിലായി സ്വീകരിച്ചിട്ടുള്ള സ്ട്രാറ്റജിയുടെ പിഴവാണെന്ന് അവർ പരിശോധിക്കും. അങ്ങനെയാണ് അവർ തിരുത്തുക തന്നെ ചെയ്യും, തിരുത്താതിരിക്കുകയൊന്നുമില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ആ പ്രചാരണം CPM LDF മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തീരുമാനിക്കുക. പക്ഷേ നമ്മളീ പറയുന്ന സംസാരിക്കുന്ന വിഷയം ഇസ്ലാമോഫോബിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. രാഷ്ട്രീയത്തിൽ ഇസ്ലാമോഫോബിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ ഇപ്പോൾ UDF വന്നാലും ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ നിലയ്ക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ UDF വന്നാലും കോൺഗ്രസിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള ആഖ്യാനങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് 2011 ഓർമ്മയുണ്ടല്ലോ, 5ാം മന്ത്രി സ്ഥാനം ചോദിച്ചു എന്നതിൻ്റെ പേരിൽ എന്തൊരു വലിയ കലാപമാണ് ആ കാലത്തോടെ നടന്നത്. ആ കലാപം ഉണ്ടാക്കിയത് CPM മാത്രമല്ല, കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ് ആ പ്രശ്നം ഉണ്ടാക്കിയത്. VD സതീശനൊരു അഭിമുഖത്തിൽ ഞങ്ങൾക്ക് ആ കാലത്ത് തെറ്റ് പറ്റിയെന്ന് അതിന് തുറന്നു പറയുന്നുണ്ട്. ഞങ്ങൾ തിരുത്തുമെന്ന് VD സതീശൻ പറയുന്നുണ്ട്. സതീശൻ ഉൾപ്പെടെയുള്ള ഒരു ഗ്യാങ്ങാണെന്ന് അതിൽ കൂടുതൽ വഷളാക്കിയതും എന്നതും സത്യമാണ്. ഇപ്പോൾ ഇനി വരാൻ പോകുന്നത് ഇപ്പോൾ UDF ആണെന്ന് തന്നെ കരുതുക. UDF ആണെങ്കിൽ ഈ പ്രശ്നം നിൽക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ കണ്ടൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ്, മീഡിയ വൺ അജണ്ട തീരുമാനിക്കുന്നു എന്നൊരു പ്രചാരണമുണ്ട്. അതായത് അവർ അജണ്ട തീരുമാനിക്കുന്നു എന്ന് അവർ തന്നെ മേനി നടിക്കുന്നു. അങ്ങനെ അജണ്ട സെറ്റ് ചെയ്യാൻ പാടില്ല. ഈ അജണ്ട സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ജേർണലിസ്റ്റിലൊരു ഒരു ജാർഗണാണ്. അജണ്ട സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തൊരു മോശം കാര്യമല്ല. ജേർണലിസ്റ്റിലൊരു പരിപാടിയാണ് അജണ്ട സെറ്റിംഗ്. ഒരു വാർത്താ ദിവസം ഇന്നത്തെ പ്രധാന വാർത്ത ഏതാണെന്ന് ഏത് മാധ്യമമാണോ നിശ്ചയിക്കുന്നത് അവരാണ് ആ അജണ്ട സെറ്റ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. കുറേ അധികം വാർത്തകൾ വരുമ്പോൾ ഒരു വാർത്തയിലേക്ക് ഫോക്കസ് ചെയ്യുകയും ആ വാർത്ത മറ്റുള്ളവർ ഫോളോ ചെയ്യാൻ തീരുമാനിക്കുകയും അതിൽ രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുന്നത് തന്നെയാണ് ഈ അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത്. ഈ അജണ്ട സെറ്റിംഗ് എന്ന് പറയുന്നത് എന്തൊരു മോശം പരിപാടിയാണ്, എന്തോ ഗൂഢാലോചനയാണ് എന്നൊക്കെ ധരിക്കുന്ന നിഷ്കളങ്കരാണ് അവരങ്ങനെ അജണ്ട സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത്. നമ്മൾ തകർക്കാൻ വേണ്ടിയാണ്. അതല്ല, ഇത് ജേർണലിസമാണ്, ഇതിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്, അത് മനസ്സിലാക്കുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ വിചാരിക്കുന്നത് മീഡിയ വണ്ണിനെയും ഒഴിവാക്കില്ല, ലീഗിനെ ഒഴിവാക്കാത്തതുപോലെ മീഡിയ വണ്ണിനെ ഒഴിവാക്കില്ല. ആക്രമണം ഉണ്ടാവും. അതിൻ്റെ ലക്ഷ്യവും ഉദ്ദേശ്യവും തീർച്ചയായിട്ടും രാഷ്ട്രീയം മാത്രമല്ല എന്നുള്ളതാണ് പരിതാപകരം. അത് UDF കാരും തിരിച്ചറിയണമെന്ന് എനിക്ക് പറയാം.